എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്നു. സംസ്ഥാനത്തിന് കേന്ദ്ര നികുതി വിഹിതമായി 3330.83 കോടി രൂപ അനുവദിച്ച് കിട്ടിയതുമായി വാർത്ത കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ പെൻഷൻ 2 മാസത്തേത് ഉണ്ടാകുമോ എന്ന് പല ആളുകളും ചോദിക്കുകയുണ്ടായി. നമ്മൾ നേരത്തെ തന്നെ ഒരു മാസത്തെ 1600 ആയിരിക്കും ജനുവരി മാസത്തിൽ ലഭിക്കുക എന്ന് പറഞ്ഞപ്പോൾ പല ആളുകളും 3200 ഉണ്ടാവാൻ സാധ്യതയില്ലേ, കേന്ദ്രവിഹിതം ലഭിച്ചിട്ടുണ്ട്, വായ്പയും എടുത്താൽ 3200 നൽകില്ലേ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പം ഇതുമായി ബന്ധപ്പെട്ട് വിശദാംശങ്ങളാണ് വീഡിയോയിൽ പറയുന്നത്. വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കിടക്കുന്ന കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ജനുവരി മാസത്തിൽ കേന്ദ്ര നികുതി വിഹിതമായി സംസ്ഥാനത്തിന് 3330.83 കോടി രൂപ കിട്ടി. ചൊവ്വാഴ്ച ദിവസം 2500 കോടി രൂപ കടമെടുക്കാനും തീരുമാനിച്ചിട്ടുണ്ട്. മാർച്ച് 31 വരെ കടമെടുക്കാൻ അനുവദിച്ചിട്ടുള്ളത് 5510 കോടി രൂപയാണ്. അതേസമയം മാർച്ച് വരെ ചെലവ് ക്രമീകരിക്കാൻ 17,000 കോടി രൂപയുടെ വായ്പക്കുള്ള അനുമതിക്ക് അപേക്ഷയിൽ കേന്ദ്രം ഇതുവരെ തീരുമാനം എടുത്തിട്ടുമില്ല. കഴിഞ്ഞ ഡിസംബർ മാസം വരെ 23,000 കോടി രൂപ കടമെടുക്കാൻ അനുമതി ഉണ്ടായിരുന്നു. പല തവണകളായിട്ട് 32,000 കോടി രൂപ കടമെടുക്കുകയും ചെയ്തു. ഇതിനു പുറമെയാണ് അധിക വായ്പക്ക് അനുമതി സംസ്ഥാന സർക്കാർ തേടിയത്. കേന്ദ്രത്തിന്റെ ഡിവിസീവ് പൂളിൽ സംസ്ഥാനങ്ങൾക്ക് മാറ്റിവെച്ച 1.73 കോടി രൂപയുടെ നികുതി വരുമാനത്തിൽ നിന്നാണ് കേരളത്തിന് 3330.83 കോടി രൂപ അനുവദിച്ചത്. നികുതി വരുമാനത്തിൽ 41%മാണ് എല്ലാ സംസ്ഥാനങ്ങൾക്കും കൂടി പങ്കുവെക്കുന്നത്. കേരളത്തിന് കിട്ടുന്നത് മൊത്തം തുകയുടെ 1.92% മാത്രമാണ്. നേരത്തെ 3.42% വരെ കിട്ടിയിരുന്നു. 14ാം ധനകമ്മീഷൻ കാലയളവിൽ കേന്ദ്രം മാനദണ്ഡങ്ങളിൽ മാറ്റം വരുത്തിയതോടെയാണ് കേരളത്തിന് വിഹിതം വീണ്ടും കുറഞ്ഞത്. ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനങ്ങൾക്ക് വിഹിതം കൂടുകയും ചെയ്തു. ഈ മാസം ഉത്തർപ്രദേശിന് 31,039.84 കോടി രൂപയാണ് ലഭിക്കുന്നത്. ബീഹാറിനാകട്ടെ 17,430.36 കോടി രൂപയും നികുതി ഇനത്തിൽ ലഭിക്കുന്നു. ഈ ഒരു സമയത്താണ് കേരളത്തിന് വെറും 33,030 കോടി രൂപ ലഭിക്കുന്നത്. അപ്പോൾ ഈ 33,330 കോടി രൂപ ലഭിച്ചു. നാളെ കടമെടുക്കുന്നത് 2,500 കോടി രൂപയാണ്. ഇനി കടമെടുക്കാനുള്ള അവശേഷിക്കുന്നത് മാർച്ച് വരെ കടമെടുക്കാൻ അവശേഷിക്കുന്നത് 5,500 കോടി രൂപക്ക് താഴെയാണ്. അപ്പോൾ മാർച്ച് വരെ, അതായത് ഈ സാമ്പത്തിക വർഷം അവസാനിക്കുന്നതിന് മുൻപ് സർക്കാരിന് നിരവധി ചെലവുകളുണ്ട്. ഇതിലേക്ക് കൂടിയായിട്ടാണ് 17,000 കോടി രൂപ കൂടി ഇനിയും കടമെടുക്കാനുള്ള അനുമതി കേന്ദ്രത്തോട് ആവശ്യപ്പെട്ടുള്ളത്. കേന്ദ്രം കഴിഞ്ഞാൽ മാത്രമേ ഈ ഒരു കുടിശ്ശികയുള്ള 3,500 മാർച്ചിന് മുമ്പ് ലഭിക്കുകയുള്ളൂ. ഇല്ലെങ്കിൽ എല്ലാ മാസവും 1,600 തന്നെയാണ് ലഭിക്കുക. ജനുവരി മാസത്തിൽ നമുക്ക് 1,600 തന്നെ ലഭിക്കാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുമോ എന്നുള്ളത് നമുക്ക് അറിയിപ്പ് വരെ കാത്തിരിക്കാം. നേരത്തെ പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട്. തുക വിതരണം 20-ന് ശേഷം മാത്രമേ ഉണ്ടാകുകയുള്ളൂ. ഇതാണ് പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പറയാനുള്ളത്. കെട്ടിട നിർമ്മാണ തൊഴിലാളി പെൻഷൻ വിതരണവുമായി ബന്ധപ്പെട്ട അറിയിപ്പുകൾ ലഭിച്ചിട്ടില്ല. എന്തെങ്കിലും സൂചനകൾ ലഭിച്ചാൽ അത് വീഡിയോയിലൂടെ അറിയിക്കുന്നതാണ്. നോക്കാം. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വരുന്നു. ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോ എനിക്ക് കാണാം. ബൈ.